കഥ അച്ഛനെന്ന സ്വപ്നം ഭാഗം 32 രചന ശാലിനി ഇ.എ. ഇത് നടക്കുമോ സിദ്ധുവേട്ട? യമുനയുടെ സ്വരത്തിൽ ആശങ്കയാണ്. നടക്കാതെ പിന്നെ. ചിലങ്കയുടെ കല്യാണം നടത്തി അവളെ നിൻ്റെ മാർഗത്തിൽ നിന്നും മാറ്റി നിർത്തുന്ന കാര്യം ഞാൻ ഏറ്റു. എന്നാൽ കാർത്തിക് മഹാദേവൻ്റെ നെഞ്ചിലേക്ക് ഇടിച്ചു കയറി അവിടെ നിൻ്റെ സ്ഥാനം ഉറപ്പിക്കേണ്ടത് നിൻ്റെ മാത്രം റിസ്ക്കാണ്. അതിൽ എൻ്റെ ഹെൽപ്പുണ്ടായിരിക്കില്ല. സിദ്ധാർത്ഥ് തീർത്തു പറഞ്ഞു. വേണ്ട, സിദ്ധുവേട്ടൻ ചിലങ്കയെ ഒഴിപ്പിച്ചു തന്നാൽ മാത്രം മതി. ബാക്കിയെല്ലാം ഞാൻ നോക്കിക്കോളാം. ഒഴിപ്പിക്കാൻ ഇതെന്താടി ബാധയോ? സിദ്ധു ചിരിച്ചുകൊണ്ട് ചോദിച്ചു. ഒരു തരത്തിൽ പറഞ്ഞാൽ ബാധ തന്നെ. എത്ര വലിയ മാന്ത്രിക കളം തീർത്തിട്ടായാലും അവളെന്ന ബാധയെ എനിക്ക് ഒഴിപ്പിക്കുക തന്നെ വേണം. ഈ എക്സാം കഴിഞ്ഞാൽ അവളുടെ എടുത്ത കോഴ്സ് തീരും. അടുത്ത കോഴ്സിന് പോകാനായി 2 മാസമെങ്കിലും എടുക്കും. അതിനുള്ളിൽ അവളുടെ കല്യാണത്തിൽ തീരുമാനം ഉണ്ടാക്കും ഞാൻ. മതി, ആ 2 മാസം ഞാൻ വെയിറ്റ് ചെയ്യാം. അവളുടെ കല്യാണത്തോടെ തകർന്നു പോകുന്ന കാർത്തിയേട്ടനെ ഞാൻ ആശ്വസിപ്പിച്ചോളാം. അതുവഴി ആ ഹൃദയം കീഴടക്കാനും എനിക്ക് കഴിയും. ഇനി നിനക്ക് എന്നോടൊന്നും പറയാനില്ലല്ലോ? ഞാൻ ഇറങ്ങിക്കോട്ടെ. അമ്മയ്ക്ക് സുഖമില്ലെന്ന് സാറിൻ്റെ അടുത്ത് നുണ പറഞ്ഞിട്ടാണ് ഇറങ്ങിയത്. എവിടെയെങ്കിലും വെച്ച് കണ്ടുമുട്ടിയാൽ കള്ളത്തരങ്ങൾ ഇപ്പോഴേ പൊളിയും. സിദ്ധുവേട്ടൻ ഇനി ഇരിക്കേണ്ട. വിവരങ്ങളെല്ലാം എന്നെ അപ്പോൾ വാട്സപ്പിൽ അറിയിച്ചാൽ മതി. എന്നാൽ ശരി എന്നും പറഞ്ഞ് സിദ്ധാർത്ഥ് എഴുന്നേറ്റ് പുറത്തേക്ക് പോയി. തിന്നതിൻ്റെ പൈസ ഷെയർ ചെയ്യണോ എന്നുപോലും ചോദിച്ചില്ല ശുംഭൻ. നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട് സിദ്ധാർത്ഥ. വെള്ളമൊന്ന് എൻ്റെ കരയ്ക്കടുത്തോട്ടെ. 8ൻ്റെ പണി തരുന്നുണ്ട് ഞാൻ. സിദ്ധാർത്ഥ് ഇറങ്ങിയപ്പോഴതും യമുന പല്ല് കടിച്ചുകൊണ്ട് പറഞ്ഞു. മോളെ യമുനെ, കാർത്തിക് സാറിനെ കുറിച്ച് നിനക്കറിയാത്ത പലതും എനിക്കറിയാം. ചിലങ്കയെ അദ്ദേഹം കാണുന്നത് കാമുകിയായിട്ടില്ല എന്നുള്ള സത്യം നിന്നെ ബോധിപ്പിക്കേണ്ട കാര്യമൊന്നും എനിക്കില്ലല്ലോ. ഈ ഗെയിമിൽ ഗോൾ അടിക്കുന്നത് മുഴുവൻ സിദ്ധാർത്ഥനാണ്. അതിനുള്ള കരുക്കളാണ് ഞാൻ നീക്കുന്നത് മുഴുവൻ. എനിക്ക് കളിച്ച് മുന്നേറാനുള്ള ഒരു കരു മാത്രമാണ് നീ കാർത്തിക് മഹാദേവനെ കല്യാണം കഴിച്ചു മഹാറാണി ആകുന്നതും സ്വപ്നം കൊണ്ട് കിടക്ക്. പാർക്കിംഗ് ഏരിയയിൽ തൻ്റെ ബുള്ളറ്റിനടുത്തേക്ക് നടക്കുമ്പോൾ സിദ്ധാർത്ഥ് പല്ല് കടിച്ചും കൊണ്ട് മനസ്സിൽ പറഞ്ഞു. സിദ്ധാർത്ഥ് ഇറങ്ങിപ്പോകുന്നത് നോക്കിയിരിക്കുകയാണ് കാർത്തിക്. ചിലങ്ക കഴിക്കുന്നതെല്ലാം നിർത്തി നീണ്ട ഒരു ഏമ്പക്കം വിട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ഓർഡർ ചെയ്ത പൈനാപ്പിൾ ജ്യൂസുമായി വെയിറ്റർ വരുന്നത്. ജ്യൂസ് കുടിക്കാൻ ഇനി നിൻ്റെ വയറ്റിൽ സ്ഥലമുണ്ടോടി? കാർത്തിക് കളിയാക്കിക്കൊണ്ട് ചോദിച്ചു. ഉണ്ടുണ്ട്, അതിനുള്ള സ്ഥലം ഞാൻ ഒഴിച്ചിട്ടിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞുകൊണ്ട് അവൾ ജ്യൂസിൻ്റെ ഗ്ലാസ് കയ്യിലേക്കെടുത്തു. ഇങ്ങനെയൊരു തീറ്റഭ്രാന്തി, കാർത്തി ചിരിയോടെ പറഞ്ഞു. കാർത്തിയുടെ കണ്ണുകൾ അപ്പുറത്തെ സൈഡിലേക്ക് പാഞ്ഞു. അവിടെ പ്ലേറ്റിലുള്ള ബാക്കി അവശിഷ്ടങ്ങൾ വാരി അകത്താക്കുന്ന തിരക്കിലാണ് യമുന. അവളുടെ മുന്നിലൂടെ വേണം ഇറങ്ങിപ്പോകാനെന്ന് കാർത്തി അപ്പോഴേ കണക്ക് കൂട്ടി. കഴിഞ്ഞോ? പോകാം നമുക്ക്. അവൾ തലയാട്ടി. എങ്കിൽ കൈ കഴുകി വാ, ഞാൻ ബില്ലിങ്ങിലുണ്ട്. അവളുടെ കൊച്ചു വാനിറ്റി ബാഗ് കയ്യിലേക്ക് എടുത്തുകൊണ്ട് കാർത്തി പറഞ്ഞു. ഞാൻ വാഷ്റൂമിൽ കയറിയിട്ടേ വരൂ. കാർത്തിയേട്ടൻ ബില്ലിങ്ങിൽ വെയിറ്റ് ചെയ്താൽ മതി. അവൾ നടക്കുന്നതിനിടയിൽ തിരിഞ്ഞു നോക്കി പറഞ്ഞു. നീ ഏത് റൂമിലാണെന്ന് വെച്ചാൽ കയറിയിട്ട് വാ. അതും പറഞ്ഞ് അവൻ ബില്ലിംഗ് സെക്ഷനിലേക്ക് നടന്നു. കാർത്തി ബില്ല് പേ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് യമുന ബില്ലിങ്ങിലേക്ക് വന്നത്. മുന്നിൽ കാർത്തിയെ കണ്ട് അവളൊന്ന് അമ്പരന്നു. അവൻ തന്നെ കാണാതിരിക്കാൻ അവളൊരു തൂണിൻ്റെ മറവിലേക്ക് മാറി നിന്നു. അവൻ്റെ കയ്യിലെ വാനിറ്റി ബാഗിൽ ആയിരുന്നു അവളുടെ കണ്ണു മുഴുവൻ. അപ്പോൾ ഇങ്ങേര് തനിച്ചല്ല, കൂടെ ഒരു പെണ്ണുമുണ്ട്. ആരായിരിക്കുമെന്ന ചിന്തയിൽ അവൾ പരിസരത്തേക്ക് നോക്കി. അപ്പോഴാണ് അവളുടെ ചങ്ക് തകരുന്ന ആ കാഴ്ച കാണുന്നത്. വാഷ് ഏരിയയിൽ നിന്നും തിടുക്കപ്പെട്ട് നടന്നു വരുന്ന ചിലങ്ക. യമുനയുടെ കണ്ണുകളിൽ തീയാളി. ബില്ല് പേ ചെയ്ത് തിരിഞ്ഞതും കാർത്തി ചിലങ്കയെ കണ്ടു. കഴിഞ്ഞോ? എന്നാ വാ പോകാം. കയ്യിലുള്ള വാനിറ്റി ബാഗ് അവളുടെ കഴുത്തിലൂടെ ഇട്ടുകൊടുത്തതിന് ശേഷം അവളെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചും കൊണ്ടാണ് കാർത്തി അവിടെ നിന്നും പുറത്തേക്ക് നടന്നത്. ദേഷ്യവും സങ്കടവും നിയന്ത്രിക്കാനാവാതെ യമുന ആ കാഴ്ച നോക്കി നിന്നു. ഇനി അധികമില്ലടി അങ്ങേരുമായിട്ടുള്ള നിൻ്റെ തേരോട്ടം. നിന്നെ ഒരിടത്ത് ഒതുക്കിയിടേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു. ഗോവർദ്ധനത്തിൻ്റെ ഗേറ്റിന് മുമ്പിൽ ചിലങ്കയെ ഇറക്കിയതിന് ശേഷം കാർത്തി തിരുനന്ദനത്തേക്ക് പോയി. രാത്രി 7 മണിക്കാണ് സത്യപ്രതാപൻ്റെ ഒപ്പം നദി ഗോവർദ്ധനത്തിലേക്ക് എത്തിയത്.
പോർച്ചിൽ കാർ നിർത്തിയതും അയാൾ നദിക്ക് നേരെ തിരിഞ്ഞു നിന്നു. മോൾക്ക് അങ്കിളിനോട് ദേഷ്യം തോന്നുന്നുണ്ടോ? മനഃപൂർവ്വം അവിടെ ഇട്ടിട്ട് പോയതാണെന്ന് കരുതല്ലേ? അയാളുടെ മുഖത്ത് യാചനയുടെ ഭാവം. ഇല്ലെങ്കിൽ ഞാൻ അങ്ങനെയൊന്നും കരുതിയിട്ടില്ല. ഇന്നെനിക്ക് സങ്കടം വന്നു എന്നുള്ളത് സത്യ എന്ന് കരുതി അങ്കിളിനോട് എനിക്ക് ദേഷ്യമൊന്നുമില്ല. അതോർത്ത് ടെൻഷനാവണ്ട. നദി അയാളെ നോക്കി പുഞ്ചിരിച്ചു. കാറിൽ നിന്നിറങ്ങി പുറത്ത് എത്തുമ്പോൾ സ്വീകരിക്കാനെന്നോണം ഉമ്മറത്ത് ശങ്കരേട്ടൻ ഉണ്ടായിരുന്നു. കാറിൽ നിന്നും ഇറങ്ങാതെ കണ്ടപ്പോൾ എന്തേയെന്ന് ആദ്യെടുത്തു. ശങ്കരേട്ടൻ പറഞ്ഞത് കേട്ട് സത്യപ്രതാപൻ ചിരിച്ചു. അല്ലെങ്കിലും ശങ്കരേട്ടൻ എപ്പോഴാ ആദ്യം ഇല്ലാത്തത്? അതൊന്ന് പറഞ്ഞേ. വയസ്സായില്ലേ കുഞ്ഞേ, ഇനി ആദ്യവും വ്യാധിയും ഒക്കെ കൂടും. ശങ്കരേട്ടന് വയസ്സായി എന്ന് ഞങ്ങൾക്ക് കൂടി തോന്നണ്ടേ? ഇപ്പോൾ ശങ്കരേട്ടനേക്കാൾ പ്രായം തോന്നുന്നത് എനിക്കാ. അത് പിന്നെ ശരിയാണല്ലോ. ഏതായാലും അകത്തേക്ക് കയറ്, ഞാൻ ചായ എടുക്കാം. ശങ്കരേട്ടൻ വേഗം അടുക്കളയിലേക്ക് നടന്നു. അവർ അകത്തേക്ക് കടന്നതും രേണുക മുറിയിൽ നിന്നും എഴുന്നേറ്റ് വന്നു. തനിക്കിപ്പോൾ സദാസമയം കിടത്തം തന്നെയാണോ പണി? രോഗിയാണെന്ന് സ്വയം വരുത്തി തീർക്കാൻ നിൽക്കേണ്ട. കയ്യിലുള്ള ബാഗ് രേണുകയ്ക്ക് നേരെ നീട്ടിക്കൊണ്ട് അയാൾ സ്നേഹപൂർവ്വം ശാസിച്ചു. അതിന് മറുപടിയായി ഒന്ന് ചിരിച്ചും കൊണ്ട് ബാഗുമായി അവർ അയാൾക്കരികിലേക്ക് ഇരുന്നു. ബദ്രി വന്നില്ലേ? ഉവ്വ്, കുറച്ച് നേരത്തെ വന്നതേയുള്ളൂ. എന്തോ റെക്കോർഡിങ്ങിനുണ്ടെന്ന് പറഞ്ഞിട്ട് നടന്നില്ലത്രേ. മോൾ എന്താ അവിടെ തന്നെ നിൽക്കുന്നത്? ഇവിടെ വന്നിരിക്കുക. കോളേജിലെയും ജോലിസ്ഥലത്തെയും കാര്യങ്ങളൊക്കെ പറ, കേൾക്കട്ടെ. ചുരിദാറിൻ്റെ ഷാളിൽ തിരിപിടിച്ചും കൊണ്ട് നിൽക്കുന്ന നദിയെ നോക്കി രേണുക പറഞ്ഞു. തോളിലെ ബാഗ് കയ്യിൽ പിടിച്ചും കൊണ്ട് ചുവരും ചാരി നിൽക്കുകയാണ് അവൾ. ഒന്ന് ചിരിച്ചും കൊണ്ട് അവർക്കടുത്തേക്ക് നടക്കാൻ തുടങ്ങിയതും സത്യപ്രതാപൻ അവളെ വിലക്കി. വിശേഷങ്ങളൊക്കെ ഇനിയും ചോദിക്കാമല്ലോ. ഇപ്പോൾ പോയി മോള് പോയി ഫ്രഷ് ആവൂ. ചെല്ല്, അത്തായം കഴിക്കാൻ ഇരിക്കുമ്പോൾ എല്ലാ വിശേഷങ്ങളും പറയാം. അവൾ മുകളിലേക്ക് കയറാൻ ഒരുങ്ങുമ്പോഴാണ് സീത ചായയുമായി വരുന്നത്. തലവേദന ഉള്ളതുകൊണ്ട് ചായ ഒന്നും കിട്ടിയില്ലെങ്കിലെന്ന് അവൾ ആഗ്രഹിച്ചിരുന്നു. സീതയ്ക്കൊരു പുഞ്ചിരി സമ്മാനിച്ചുകൊണ്ട് അവൾ ട്രേയിൽ നിന്നും ചായ എടുത്ത് മുകളിലേക്ക് നടന്നു. ചിലങ്ക ബെഡിൽ കിടക്കുന്നത് കണ്ടിട്ടാണ് നദി റൂമിനുള്ളിലേക്ക് കയറിയത്. ചില്ലിച്ചേച്ചിക്ക് എന്തു പറ്റി, സുഖമില്ലേ? അവൾ കയ്യിലെ ചായക്കപ്പ് മേശമേൽ വെച്ചിട്ട് ചിലങ്കയെ തൊട്ടുനോക്കി. പനിയൊന്നുമില്ല പെണ്ണെ, വയറു നിറഞ്ഞതിൻ്റെ ക്ഷീണമാ. ബെഡിൽ പതിയെ എഴുന്നേറ്റിരുന്നു കൊണ്ട് ചിലങ്ക പറഞ്ഞു. എന്താ ഇപ്പോൾ വയറു നിറയാൻ മാത്രം കഴിച്ചത് എന്ന് ചോദിക്കണമെന്ന് ഉണ്ടായിരുന്നെങ്കിലും താനെങ്ങനെ ചോദിച്ചാൽ ചില്ലുചേച്ചിക്ക് എന്തെങ്കിലും തോന്നുമോ എന്ന് കരുതി അവൾ ചോദിച്ചില്ല. നദിയെ കൂട്ടാതെ പോയതിൽ അവൾക്ക് വിഷമം തോന്നിയെങ്കിലും എന്ന് കരുതി വയറു നിറഞ്ഞതിൻ്റെ കാരണം ചിലങ്കയൊട്ട് പറഞ്ഞതുമില്ല. അന്നത്തെ വിശേഷങ്ങളെല്ലാം ചിലങ്ക ചോദിച്ചറിഞ്ഞെങ്കിലും ഓഫീസിലുണ്ടായ സംഭവവികാസങ്ങളൊന്നും അവൾ മനഃപൂർവ്വം പറഞ്ഞില്ല. നദി ഫ്രഷായി വന്നപ്പോഴേ സീത വന്ന് അത്താഴത്തിന് വിളിച്ചു. തനിക്കിനി ഒന്നും വേണ്ടെന്നും പറഞ്ഞ് ചിലങ്ക നദിയെ കഴിക്കാനായി താഴേക്ക് വിട്ടു. താഴേക്കിറങ്ങി ചെല്ലുമ്പോൾ അങ്കിളും ആൻറ്റിയും ബദ്രിയും കഴിക്കാനിരിക്കുന്നുണ്ട്. ചില്ലു വന്നില്ലേ? നദിയുടെ കൂടെ ചിലങ്ക ഇല്ലെന്ന് കണ്ട് സത്യപ്രതാപൻ ചോദിച്ചു. അവൾക്കിന്ന് വിശപ്പൊന്നും ഉണ്ടാവില്ല. കാർത്തിയുടെ കൂടെ പുറത്തുപോയി കഴിച്ചിട്ട് വന്നു കിടക്കുന്ന കിടപ്പാണ്. അതൊരു സ്ഥിരം പരിപാടി ആയതിനാൽ ആരും ഒന്നും പറഞ്ഞില്ല. നദി ബദ്രിക്ക് ഒരു ചെറുപുഞ്ചിരി കൊടുത്തുകൊണ്ട് കസേരയിലേക്ക് ഇരുന്നു. അപ്പോൾ വയറ് നിറഞ്ഞതിൻ്റെ കാരണം അതാണല്ലേ? കാർത്തിയും ചിലങ്കയും പരസ്പരം ഇഷ്ടപ്പെടുന്നവരാണല്ലോ എന്ന ചിന്തയാണ് അവളുടെ മനസ്സിൽ. തിരിച്ച് റൂമിൽ വന്ന് കിടക്ക കുടഞ്ഞു വിരിക്കുമ്പോഴാണ് ചിലങ്ക വാഷ്റൂമിൽ നിന്നും ഇറങ്ങി വരുന്നത്. മോളെ, ഇന്ന് തനിച്ച് കിടക്കാൻ പേടിയുണ്ടോ? ചിലങ്കയുടെ ചോദ്യം കേട്ട് ചില്ലുചേച്ചി ഈ രാത്രിയിൽ എവിടെ പോകുന്നു എന്ന ഭാവത്തിൽ നദി അവളുടെ മുഖത്തേക്ക് നോക്കി. നദിയെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചിട്ട് ചിലങ്ക നദി വിരിച്ചിട്ട ബെഡിൽ ചമ്മറം പണിഞ്ഞിരുന്നു. ഇന്നത്തെ കുട്ടി 3 രാത്രി കൂടിയേ ഞാൻ ഇവിടെ ഉണ്ടാവും. അതുകൊണ്ട് ഞാനിന്ന് താഴെ അച്ഛൻ്റെ അമ്മയുടെ അടുത്ത് പോയി കിടക്കട്ടെ. ചില്ലുവിൻ്റെ ചോദ്യം നദിയുടെ ഉള്ളിൽ ഉറങ്ങിക്കിടന്നിരുന്ന സങ്കടത്തെ ഉണർത്തി. അത് മറച്ചു വെച്ചവൾ ചിലങ്കയുടെ നേർക്ക് നോക്കി ചിരിച്ചു. എനിക്ക് പേടിയില്ല ചേച്ചി, ചേച്ചി വയ്ക്കോ. നാളെയും മറ്റന്നാളും ഞാൻ നിൻ്റെ കൂടെ ഉണ്ടാവും കേട്ടോ. അവളുടെ കവിളിൽ പിടിച്ചൊന്ന് വലിച്ചും കൊണ്ട് ഫോണും എടുത്തവൾ താഴേക്ക് പോയി. രേണുക കിടക്കാനായി ഡോർ ലോക്ക് ചെയ്യാൻ നേരമാണ് ചിലങ്ക റൂമിലേക്ക് ഇടിച്ചു കയറി വന്നത്. ഹോ, മനുഷ്യൻ പേടിച്ചു പോയി. എന്തിനാ നീ ഇങ്ങനെ ഓടിപ്പാഞ്ഞു വന്നത്? രേണുക കുറച്ച് ദേഷ്യത്തിൽ ചോദിച്ചു.
അച്ഛയുടെ അമ്മയുടെയും കൂടെ കിടക്കാൻ കൊച്ചു കുട്ടികൾ പറയുന്ന ലാഘവത്തോടെ ചിലങ്ക പറഞ്ഞു. അപ്പോൾ നദി അവിടെ തനിച്ചാവില്ലേ? രേണുക ചിലങ്കയോട് അങ്ങനെ പറഞ്ഞുകൊണ്ട് സത്യപ്രതാപനെ നോക്കി. അതെ, ഇന്നവളെ ഒറ്റയ്ക്ക് ആക്കണ്ടായിരുന്നു. അതെന്താ? രേണുക അയാൾക്ക് നേരെ തിരിഞ്ഞു. അതെന്താ അച്ഛാ ഇന്നും ഒറ്റയ്ക്ക് ആക്കണ്ടായിരുന്നു എന്ന് പറഞ്ഞത്? ഇന്നെന്താ പ്രത്യേകിച്ച്? ചില്ലുവും അയാളോട് ചോദിച്ചു. അയാൾ പെട്ടെന്ന് പറഞ്ഞതാണ്. പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് പറയേണ്ടിയിരുന്നില്ല എന്ന് തോന്നിയത്. അത് പിന്നെ അതിൻ്റെ അമ്മ മരിച്ചതല്ലേ ചില്ലു. നീ അമ്മയുടെ അടുത്ത് വന്ന് കിടക്കുകയാണെന്ന് പറയുമ്പോൾ അതിന് വിഷമം തോന്നിയില്ലേ എന്ന് കരുതി പറഞ്ഞതാ. അയാളുടെ വാക്കുകൾ രേണുകയ്ക്ക് ശരിയെന്ന് തോന്നി. അത് ശരിയാണ്, പാവം സങ്കടം വന്നിട്ടുണ്ടാവും. രേണുക വിഷമത്തോടെ പറഞ്ഞു. അമ്മയ്ക്കെന്താ? ഇവിടെ വന്ന് കയറിയപ്പോൾ നമ്മൾ കണ്ട നദിയൊന്നും അല്ലത്. അവൾ ജീവിക്കാൻ പഠിച്ചു തുടങ്ങി. 2 ദിവസം കൂടി കഴിഞ്ഞാൽ ആ മുറിയിൽ ഒറ്റയ്ക്ക് കിടക്കേണ്ടതല്ലേ? ഇപ്പോഴേ ശീലിക്കുന്നത് നല്ലതാ. എന്തു തന്നെ പറഞ്ഞാലും ഞാനിന്ന് ഇവിടെ കിടക്കും. അത് പറഞ്ഞുകൊണ്ടവൾ കിടക്കയിലേക്ക് ചാടി നടുവിൽ കിടന്നു. ഈ പെണ്ണിനോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് സ്വയം പറഞ്ഞുകൊണ്ട് രേണുക ഡോറടച്ച് അവൾക്കരികിലേക്ക് കിടന്നു. ഇപ്പോഴും കുട്ടിക്കളി മാറാത്ത ചിലങ്കയ്ക്ക് ഇടയ്ക്കിടെ പതിവുള്ളതാണ് അച്ഛൻ്റെയും അമ്മയുടെയും നടുക്കുള്ള ഈ കിടത്തം. അവളെ നോക്കി പുഞ്ചിരിച്ചും കൊണ്ട് അവൾക്കടുത്തേക്ക് കിടക്കാൻ ഒരുങ്ങുമ്പോഴാണ് സത്യപ്രതാപൻ്റെ ഫോൺ ബെല്ലടിക്കുന്നത്. കുറച്ചു നേരം അയാൾ ആ ഫോണുമായി സംസാരത്തിൽ മുഴുകി. 15 മിനിറ്റ് നേരത്തെ സംഭാഷണം അവസാനിപ്പിച്ച് അയാൾ ഫോൺ കട്ടിലിൻ്റെ സൈഡിലെ മേശയിലേക്ക് വെച്ചു. ബാലനായിരുന്നു. അങ്ങനെ പറഞ്ഞുകൊണ്ട് അയാൾ അവൾക്കരികിലേക്ക് കിടന്നു. ഇപ്പോൾ ബാലൻ വിളിച്ചു, കുറച്ചു കഴിഞ്ഞാൽ കൃഷ്ണൻ വിളിക്കും, പിന്നെ രാജനാവും, ഗോപിയാവും, അങ്ങനെ കൂട്ടുകാരുടെ നിര തന്നെ നീളും. അതുകൊണ്ടേ ഈ ഫോൺ ഞാൻ സൈലൻറ്റിലിടുക. കൈയെത്തിച്ചു ഫോൺ എടുത്ത് സൈലൻ്റ് മോഡിൽ ഇട്ടുകൊണ്ട് അവൾ പറഞ്ഞു. വേണ്ട മോളെ, എന്തെങ്കിലും അത്യാവശ്യക്കാർ വിളിച്ചാൽ അറിയില്ല. രേണുക പറഞ്ഞത് കേട്ട് അവൾ കൈയെത്തിച്ച് രേണുകയുടെ ഫോണും സൈലൻ്റ് മോഡിലാക്കി. അച്ഛനെ വിളിച്ചു കിട്ടിയില്ല, പിന്നെ ഈ ഫോണിനാവും റെസ്റ്റില്ലാതാവുന്നത്. ഈ പെണ്ണിനെ കൊണ്ട് തോറ്റുപോയല്ലോ ദൈവമേ. രേണുകയുടെ രോദനത്തിന് സാരമില്ലെന്ന് സത്യപ്രതാപൻ കണ്ണടച്ചു കാട്ടി. കലവില സംസാരിച്ചു. ഒടുവിലെപ്പോയോ ചിലങ്ക ഉറക്കത്തിലേക്ക് വീണു. അതിലും മുൻപേ രേണുക ഉറങ്ങിക്കഴിഞ്ഞിരുന്നു. ഒടുവിൽ നേരം തെറ്റിയത് കൊണ്ടോ എന്തോ ഉറക്കം വരാതെ തിരിഞ്ഞും മറിഞ്ഞും കിടന്നതിന് ശേഷം അയാളും ഉറക്കത്തിലേക്ക് പോയത്. അമ്മ പോയതിനു ശേഷം നദി ആദ്യമായാണ് ഒറ്റയ്ക്ക് കിടക്കുന്നത്. അമ്മയുടെ ഓർമ്മകൾ മനസ്സിലേക്ക് വന്നതും അവൾക്ക് സങ്കടം തോന്നി. അറിയാതെ കണ്ണുകൾ നിറഞ്ഞു. ഹൃദയത്തിന് ഭാരം തോന്നിയപ്പോൾ തലയിണയിൽ മുഖം അമർത്തി വെച്ച് കരഞ്ഞു. കുറച്ചുനേരം കണ്ണുനീർ പോയപ്പോൾ തലവേദനിക്കുന്നതായി തോന്നി. അവൾ പതിയെ എഴുന്നേറ്റ് വാഷ്റൂമിൽ പോയി മുഖം കഴുകി വന്നു. ഇനിയൊന്നും ചിന്തിക്കില്ലെന്ന് മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് കണ്ണടച്ചു കിടന്നു. ഒടുവിൽ എപ്പോഴോ ഉറങ്ങിപ്പോയി. രാത്രിയിൽ എപ്പോഴോ തലവേദനിക്കുന്നത് തോന്നിയപ്പോഴും നദി ഉറക്കത്തിൽ നിന്നും ഉണരുന്നത്. ചെറുതായി തുടങ്ങിയ വേദന നിമിഷം തോറും ശക്തി പ്രാപിച്ചു വന്നു. മേശപ്പുറത്തുനിന്ന് ബാമെടുത്ത് പുരട്ടിയിട്ടോ പാരസെറ്റമോൾ കഴിച്ചിട്ടോ ഒരു കുറവും വന്നില്ല. തലയ്ക്കുള്ളിൽ കിടന്ന് വിങ്ങുന്നത് പോലെ, തലയോട് പൊട്ടിപ്പിളരുന്ന പോലെ. ഈ വേദന അധിക സമയം സഹിച്ചിരിക്കാൻ കഴിയില്ലെന്ന് അവൾക്ക് തോന്നി. ഒരു ആശ്രയത്തിനോളം അവൾക്ക് ചിലങ്കയെ വിളിക്കാൻ തോന്നി. വേദന സഹിക്കാൻ കഴിയാതെ നിലത്തുനിന്ന് കിടന്നുരുളാൻ വരെ തോന്നിയവൾക്ക്. ശബ്ദം വായ്വിട്ട് പുറത്തു വരാൻ തുടങ്ങിയപ്പോൾ അവൾ റൂമിൻ്റെ വാതിൽ തുറന്ന് പുറത്തേക്ക് പാഞ്ഞു. തുടരും കഥയുടെ അടുത്ത ഭാഗം നാളെ ഇതേ സമയം.